ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മളിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ മിക്സഡാണ്. 2 ഇൻഡെക്സുകൾ പോസിറ്റീവ് ടെറിട്ടറിയിലാണ്, മറ്റ് 2 ഇൻഡെക്സുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ഫ്ലാറ്റ് ആണ്. ഓപ്പണിങ്ങിൽ സ്ലൈറ്റ്ലി വീക്കായിട്ട് ഓപ്പൺ ചെയ്തിരുന്നത്, അതിനുശേഷം റിക്കവറി മോഡിലാണ്. അതോടൊപ്പം തന്നെ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ വലിയ രീതിയിലുള്ള ഫ്ലെയർ അപ്പ് ഒന്നും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലോ ഗോൾഡ് പ്രൈസിലോ ഉണ്ടായിട്ടില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം മുമ്പ് ഇറാൻ സംഘർഷം ഉണ്ടായിട്ടുള്ള അവസ്ഥയിലൊക്കെ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മറിച്ച് ഈ സംഘർഷം വലിയ രീതിയിൽ വലുതാവുകയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ട് പോലും ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റിയും സെൻസസും വീണ്ടും മുന്നേറുന്നുള്ളൊരു കാര്യമാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസും അതുപോലെ തന്നെ എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാർക്കറ്റിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച പ്രൊജക്ട് ഫിനാൻസ് നോംസിൽ RBI ലിബറലൈസേഷൻ വരുത്തിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ വെള്ളിയാഴ്ച ബാങ്കിങ് സ്റ്റോക്കുകളിൽ കണ്ടിരുന്നു. ഈ ആഴ്ചയിലും അത്തരത്തിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എല്ലാ ബാങ്ക് സ്റ്റോക്കുകളിലും കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കിങ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. RBIയുടെ അനൗൺസ്മെൻറ്റ് പ്രയോറിറ്റി ലെൻഡിങ് ടാർജറ്റ് 75% നിന്ന് 60% കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസാഫ് പോലുള്ള സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് കൂടുതൽ ഫണ്ട് അവൈലബിൾ ആവുകയാണ് മറ്റ് റീറ്റെയിൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട്. സ്മോൾ ഫിനാൻസ് ബാങ്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. സെബിയുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് NSE IPOയ്ക്ക് വേറെ ഹർഡിൽസ് ഒന്നും മുന്നിലില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് NSEയുടെ IPO അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ അനൗൺസ്മെൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്, അപ്രൂവൽ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് പൊതുവേ NSEനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ BSEയുടെ ഇപ്പോഴത്തെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ NSE വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അൺലിസ്റ്റഡ് മാർക്കറ്റിൽ NSEയുടെ പ്രൈസ് 2400-2450 ലെവലിലേക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്ന് ഇന്ത്യൻ സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ടെക്നോളജി ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിനുള്ള ടെക്നോളജി ട്രാൻസ്ഫറാണ്. അഡാനിയെ അതുപോലെ തന്നെ ഭാരത് ഡൈനാമിക്സിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് HALന് ഓർഡർ കിട്ടിയിട്ടുള്ളത്. HALനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് 585 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ന്യൂസാണ്. ബയോകോൺ 4500 കോടി രൂപ വരെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് 330 രൂപ പെർ ഷെയറിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബയോകോണെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ സായ് ലൈഫ് സയൻസസ് റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലൈഫ് സയൻസസ് കമ്പനിയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ വീണ്ടും വലിയ രീതിയിൽ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ ബയോടെക്നോളജി ലൈഫ് സയൻസ് രംഗത്തുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റും സായ് ലൈഫ് സയൻസിന് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ആക്മൈസ് സോളാർ 250 മെഗാവാട്ട് റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റ് രാജസ്ഥാനിൽ നിന്ന് ബാക്ക് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ നോക്കുമ്പോൾ ലാർജ് ക്യാപ് ഫണ്ടുകളിൽ 30% AUM അവർ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് 10 സ്റ്റോക്കുകളിലാണ്. ഈ 10 സ്റ്റോക്കുകൾ HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, L&T, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, TCS, ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഈ ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് മാർക്കറ്റ് വോളാറ്റിലിറ്റി ഉണ്ടായാലും NAVയിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ കമ്പനികൾ നടത്തിയിട്ടുള്ളത്. ഹിൽട്ടൺ മെറ്റൽ ഫോർജിങ്സ് റൈസിൽ നിന്ന് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾക്കുള്ള വീലുകളുടെ ഓർഡറിനുള്ള ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് പാസ്സായിട്ട് തന്നെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഹിൽട്ടൺ മെറ്റൽ ഫോർജിങ്ങിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. DLF മുംബൈയിലേക്ക് എൻട്രിയാണ്. 2500 കോടി രൂപ ലക്ഷറി പ്രൊജക്റ്റാണ് വരുന്നത്. ഇനീഷ്യലി 400 ഹോംസ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൈമണ്ട് റിയാലിറ്റി 6 റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകളാണ് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയനിൽ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ പൊട്ടൻഷ്യൽ 14,000 കോടി രൂപ ബിസിനസ് പൊട്ടൻഷ്യലാണ് റൈമണ്ട് റിയാലിറ്റി റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള റൈമണ്ട് റിയൽ എസ്റ്റേറ്റ് ആമാണ്.
TCS 2 ഓട്ടോമോട്ടീവ് ഡെലിവറി സെൻറ്റേഴ്സ് തുടങ്ങുകയാണ് ജർമ്മനിയിൽ. തീർച്ചയായിട്ടും TCSനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. EMS ലിമിറ്റഡ് 104.05 crore ഓർഡേഴ്സ് ബാഗ് ചെയ്തിട്ടുണ്ട്. ശാരദ മോട്ടോഴ്സ് ഇൻഡസ്ട്രീസ് അവരുടെ മഹാരാഷ്ട്രയിലെ പുതിയ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസെൻച്ചർ IT കമ്പനിയാണ് US ആണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത്. Q3 റിസൾട്ട് നോക്കുകയാണെങ്കിൽ എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ ഗൈഡൻസ് കൊടുത്തിരിക്കുന്നു എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. ട്രംപിൻ്റെ അധികാരത്തിന് ശേഷം ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ധാരാളം ഓർഡേഴ്സ് അമേരിക്കയിലൊക്കെ ഈ കമ്പനി ലൂസ് ചെയ്തിരുന്നു. പക്ഷേ ഓവറോൾ പെർഫോമൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇത് പൊതുവെ നമ്മുടെ IT കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസുകളാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച 11 SME IPOs, 6 മെയിൻ ബോർഡ് IPOs ഒക്കെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് IPO HDB ഫിനാൻഷ്യൽ സർവീസസ് ആണ്. വലിയ രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ ഈ IPOയിൽ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. എല്ലാവരുടെയും ശ്രദ്ധ ഇറാൻ ഇസ്രായേൽ US കോൺഫ്ലിക്റ്റിലാണ്. വലിയ രീതിയിൽ വഷളാവാണെങ്കിൽ അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. അല്ലാത്ത പക്ഷം നമ്മുടെ മാർക്കറ്റ് വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. NSE F&A സെഗ്മെൻറ്റ് വിലയിരുത്തുകയാണെങ്കിൽ ജൂൺ എൻഡോട് കൂടിയിട്ട് 25,500 25,600 ലെവലിലേക്ക് നിഫ്റ്റി ഉയരാനുള്ള സാധ്യതകളാണ്. ഒപ്പം നമ്മൾ ജൂലൈ മാസത്തേക്കൊക്കെ റോൾ ഓവർ നോക്കുകയാണെങ്കിൽ ലോങ് പൊസിഷൻ റോൾ ഓവറാണ് കൂടുതൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സ്റ്റെബിലിറ്റിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒപ്പം ജൂൺ എൻഡ് ആണ് ഈ ധനകാര്യ വർഷത്തെ Q1 എൻഡ് ആണ്. അതിൻ്റെ റിസൾട്ടുകൾ ജൂലൈ സെക്കൻഡ് വീക്ക് തൊട്ട് വന്നു തുടങ്ങും. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും എല്ലാ റിസൾട്ടുകളും എന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിലുള്ളത്. ഒപ്പം ഗ്ലോബൽ ഫാക്ടേഴ്സ് ഫേവറബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായും മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് നൽകാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക, വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. ഇറാൻ ഇസ്രായേൽ US ഇഷ്യൂസ് വാച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.